ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 മെയ് മാസം 8-ാം തീയതി ബുധനാഴ്ച ദിവസം 1799 മേടമാസം 25-ാം തീയതി ഇന്ത്യൻ തീയതി വൈശാഖ മാസം 18-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:08 അസ്തമയം വൈകുന്നേരം 6:28 നാളത്തെ തിഥി അമാവാസി തിഥിയാണ്. അമാവാസി തിഥി ബുധനാഴ്ച രാവിലെ 8:56 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. അതിനുശേഷം പ്രഥമ തിഥിയാണെന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. നാളത്തെ ഉദയാൽപര നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രം ആരംഭിക്കുന്ന സമയം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3:34 ഭരണി നക്ഷത്രം അവസാനിക്കുന്ന സമയം ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 1:35 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഭരണി നക്ഷത്ര ജാതകരാണ്. ഭരണി നക്ഷത്രം എന്ന് പറഞ്ഞാൽ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രത്തെക്കുറിച്ച് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. ഭരണി നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത യമനാണ്. അതുപോലെ തന്നെ മൃഗം ആനയാണ്, ഭൂതം ഭൂമിയാണ്, പക്ഷി പുള്ളാണ്, വൃക്ഷം നെല്ലിയാണ്. ഇവരുടെ ജനനം ശുക്രദശയിലാണ്. അപ്പോൾ എല്ലാ ഭരണി നക്ഷത്ര ജാതകരുടെയും ജീവിതം ആരംഭിക്കുന്നത് ശുക്രദശാകാലത്താണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് പുതിയൊരു അറിവായിട്ട് ഇരിക്കട്ടെ എന്നുള്ള വിചാരത്തിലാണ് ഞാൻ വീണ്ടും ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഭരണി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ആദ്യത്തെ ദശാകാലം ശുക്രദശാകാലം. ശുക്രദശാകാലം കഴിഞ്ഞാൽ പിന്നെ സൂര്യദശാകാലമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രദശാകാലമാണ്. പിന്നീട് കുജദശാകാലം, രാഹുദശാകാലം, വ്യാഴദശാകാലം, ശനി ദശാകാലം, ബുധദശാകാലം, കേതു ദശാകാലം, ഇങ്ങനെ ദശാകാലം അവസാനിക്കുന്നു. അപ്പോൾ ശുക്രദശയിൽ എത്ര വർഷം ജനനശിഷ്ട ദശാകാലം മിച്ചമുണ്ടോ അതിൻ്റെ കൂടെ തൊട്ടടുത്ത ദശാകാലമായ സൂര്യദശാകാലം 6 വർഷമാണല്ലോ, അതുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ കൂട്ടിപ്പോയാൽ ഇപ്പോൾ പ്രായമനുസരിച്ച് ഏത് ദശാകാലത്തു കൂടിയാണ് കടന്നു പോകുന്നതെന്ന് അറിയാൻ പറ്റും. ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജ്യോതിഷം പറയുന്നത് ലക്ഷ്യം നേടുവാൻ എത്രത്തോളം പോകുവാൻ കഴിയുന്നോ അത്രത്തോളം അവർ പോകുമെന്നാണ് പറയുന്നത്. ആരോഗ്യമുള്ളവരും ദീർഘായുസ്സമുള്ളവരാണെന്നൊക്കെയാണ് പറയുന്നത്. പരിശ്രമത്തിന് ഒത്ത് ജീവിത വിജയം ഉണ്ടാകണമെന്നില്ല. ഒരുപാട് ശത്രുക്കളെയൊക്കെ നേടുന്നവരാണ് ഭരണി നക്ഷത്ര ജാതകർ. അതുപോലെ തന്നെ ക്ഷിപ്രകോപികളാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല വശങ്ങളെയും ദോഷവശങ്ങളെയും അവരുടെ ജീവിതത്തിൽ ഒരുപോലെയാണ് ജ്യോതിഷം പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഭരണി നക്ഷത്ര ജാതകൻ്റെ ജീവിതത്തിൽ നന്മയും തിന്മയും ഒപ്പം ഉണ്ട് എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. രണ്ടും ഒരുപോലെയാണ്. അപ്പോൾ ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും അവർ അതനുസരിച്ച് പെരുമാറുന്നവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഭരണി നക്ഷത്ര ജാതകരായിട്ടുള്ള സ്ത്രീകൾ ദൈവഭക്തി ഉള്ളവരാണെന്ന് പറയുന്നു. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നവരാണെന്ന് പറയുന്നു. സ്നേഹശീലരാണ്. ചിലപ്പോൾ അവർ പരുഷമായി ഒരു പുരുഷനെ പോലെ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യും. എന്നും ദുഃഖമാണ് അവർക്ക് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ധനധാന്യ സമൃദ്ധി അവർക്ക് ഇല്ല എന്നാണ് പറയുന്നത്. അവർക്ക് എത്ര ഉണ്ടെങ്കിലും തികയില്ലാത്തൊരവസ്ഥയിൽ കൂടി അവരുടെ ജീവിതം കണ്ണുനീരും കൈയുമായിട്ട് ഇങ്ങനെ പോകുമെന്നാണ് പറയുന്നത്. ജ്യോതിഷം പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ഭരണി നക്ഷത്ര ജാതകർ മനസ്സിലാക്കുക. തങ്ങളുടെ ജീവിതം ഏതൊരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ വിശകലനം ചെയ്യുക. ഇപ്പോൾ ഭരണി നക്ഷത്ര ജാതകരുടെ ജീവിതം വളരെ ദയനീയമായ സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ അവരുടെ ദശാകാലം മനസ്സിലാക്കുക. ദശാകാലത്ത് ഉള്ള അപഹാരകാലം ദോഷമാണെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ നാളത്തെ നക്ഷത്ര ദിവസം എന്ന് പറയുന്നത് ഭരണി നക്ഷത്ര ദിവസമാണ്. ആർക്കൊക്കെ അനുകൂലമായി വന്നു ചേരുന്നു എന്ന് ചിന്തിക്കാം. നാളെ ഉച്ചയ്ക്ക് ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:35 വരെ ഭരണി നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് ഉത്രട്ടാതി, ചതയം, അതുപോലെ തന്നെ പൂരാടം, ഉത്രാടം, അശ്വതി, മകം, പൂരം എന്നീ നാളുകാർക്കാണ്. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 1:35 വരെ ഭരണി നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നത് ഉത്രട്ടാതി, ചതയം, പൂരാടം, ഉത്രാടം, അശ്വതി, മകം, പൂരം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 1:35 കഴിഞ്ഞാൽ പിന്നെ വരുന്ന നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രപ്രകാരമുള്ള അനുഭവങ്ങളാണ് ബാക്കി സമയത്ത് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഭരണി, ഉത്രാടം, തിരുവോണം, രേവതി, പുരുട്ടാതി, പൂരം, ഉത്രം എന്നീ നാളുകാർക്ക് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 1:35 മുതൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരും.
ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 1:35 കഴിഞ്ഞാൽ പിന്നെ കാർത്തിക നക്ഷത്രമാണ് ആരംഭിക്കുന്നത്. കാർത്തിക നക്ഷത്രപ്രകാരം ഭരണി, ഉത്രാടം, തിരുവോണം, രേവതി, പൂരുട്ടാതി, പൂരം, ഉത്രം എന്നീ നാളുകാർക്കായിരിക്കും നല്ല അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇവിടെ ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:35 വരെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ, ഭരണി നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് അത്തം, രേവതി, പൂരുട്ടാതി, അവിട്ടം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ്. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം 1:35 വരെ ഭരണി നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് അത്തം, രേവതി, പൂരുട്ടാതി, അവിട്ടം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 1:35 കഴിഞ്ഞാൽ പിന്നെ കാർത്തിക നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് ചതയം, ഉത്രട്ടാതി, അശ്വതി, ചിത്തിര, ചോതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കുക. ചതയം, ഉത്രട്ടാതി, അശ്വതി, ചിത്തിര, ചോതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 1:35 ശേഷം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് എന്നുള്ളതും മനസ്സിലാക്കുക. ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കിയെടുക്കുക. ഇനി ഈ അധ്യായത്തിൽ പറയുന്നൊരു കാര്യം, നാളെ ബുധനാഴ്ച ദിവസമാണ്. പകൽ സമയത്തെ ശുഭസമയത്തെക്കുറിച്ചാണ്. രാവിലെ 6:08 മുതൽ 10:38 വരെ ശുഭസമയമാണ്. അതിനുശേഷം ഉച്ചകഴിഞ്ഞ് 1:38 മുതൽ 4:38 വരെയും ശുഭസമയമാണ്. ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. പ്രത്യേകിച്ച് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രം ജ്യോതിഷം പറയുന്നത് ഭരണി നക്ഷത്രം ശുഭകാര്യങ്ങളൊന്നും ചെയ്യാൻ അനുയോജ്യമായ ഒരു നക്ഷത്രമല്ല. പക്ഷേങ്കിൽ ബുധനാഴ്ച ദിവസമാണ്. ബുധനാഴ്ച ദിവസം അതുപോലെ തന്നെ ഒരുപാട് ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതായിട്ടുള്ളവർ ആ പ്രധാനപ്പെട്ട സമയം നോക്കി ആ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക എന്നുള്ളതാണ് ഇങ്ങനെ സമയം എടുത്തു പറയുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം. അപ്പോൾ ഇനി അടുത്ത കാര്യം നമ്മൾ ചിന്തിക്കുന്നത് സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് നാളത്തെ ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. 8-ാം തീയതിയാണ് നാളെ തീയതി 8 അപ്പോൾ ഏതൊരു മാസത്തെയും 8, 17, 26 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 8 വരുന്നു. അപ്പോൾ 8 ജന്മസംഖ്യയായി വരുന്നവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. നിരാശപ്പെടാതെ കടും നീല, കടും പച്ച, മഞ്ഞ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി, നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ടാകും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ FP എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അതും നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ സഹായകരമായ ഒരു കാര്യമാണെന്നും കൂടി പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യമാണ് ആമുഖമായിട്ട് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും പറയുന്നത്. പ്രിയപ്പെട്ടവർക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിലാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. അത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 10,000 സബ്സ്ക്രൈബേഴ്സ് ആയാൽ ഉടൻ തന്നെ ഞാൻ ലൈവായിട്ട് ഓരോ ദിവസവും ലൈവായിട്ട് തന്നെ പ്രോഗ്രാം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ അതൊക്കെ ഷെയർ ചെയ്ത് പ്രിയപ്പെട്ടവരുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് കൈമാറി അവരെക്കൊണ്ടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. 10,000 സബ്സ്ക്രൈബേഴ്സ് ആകട്ടെ. അപ്പോൾ ദിവസവും ലൈവായിട്ട് കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. മഹാദേവൻ അനുഗ്രഹിച്ചാൽ അത് സാധ്യമാക്കി തരുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് പ്രിയപ്പെട്ടവരോട് അതൊക്കെ പറയുന്നത്. അപ്പോൾ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഈ അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നക്ഷത്രഫലമാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ചുള്ള ഒരു അറിവ് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നക്ഷത്രഫലം ചിന്തിക്കാം. ചിലർ കമൻ്റ് ഇടുന്നുണ്ട്, നക്ഷത്രഫലം ഒരുപാട് അങ്ങ് വലിച്ചു വാരി അങ്ങ് പറയുകയാണെന്ന് ചിലരങ്ങ് അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നക്ഷത്രഫലം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു കുടുംബമായിട്ടാണ് ജീവിക്കുന്നത്, അല്ലേ? നമ്മളെല്ലാവരും കുടുംബമായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥ, അനുഭവത്തെക്കുറിച്ചാണ് പറയേണ്ടത്. അല്ലാതെ നാളെ വിദേശത്ത് പോവും എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ പ്രശ്നമുണ്ടാകാം, ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നമുണ്ടാകാം, മക്കളെ കൊണ്ട് പ്രശ്നങ്ങളുണ്ടാകാം, സുഹൃത്തുക്കളെ കൊണ്ടാകാം, തൊഴിൽപരമായിട്ടുണ്ടാകാം. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ ഈ നേട്ടങ്ങളും കോട്ടങ്ങളും അറിയണ്ടേ? അതിനുവേണ്ടിയാണ് നക്ഷത്രഫലം വ്യക്തമായിട്ട് പറയുന്നത്. അത് കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക, വേറെ ചാനൽ കാണുക. അപ്പോൾ അതല്ലാതെ ഞാൻ എന്താണ് പറയേണ്ടത്? അപ്പോൾ
എനിക്ക് എൻ്റെ താല്പര്യമനുസരിച്ചല്ലേ ഞാൻ ചെയ്യുന്നത്. ഞാൻ ചെയ്യുമ്പോൾ താല്പര്യമുള്ളവർ കേൾക്കുക. കാരണം ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ ആത്മാർത്ഥത വേണം, അതിനകത്തൊരു സത്യസന്ധത വേണം. ഇപ്പോൾ ഒരു നക്ഷത്രഫലം പറയുമ്പോൾ ആ കേൾക്കുന്ന വ്യക്തിക്ക് എവിടെ നിന്നാണോ ഒരു ദോഷം വരാൻ സാധ്യതയുള്ളത് എന്നുള്ള ആ വ്യക്തിയെ ബോധ്യപ്പെടുത്തണം. അതെൻ്റെ കടമയാണ്. എവിടെ നിന്നാണ് നേട്ടം വരാനുള്ളതെന്നുള്ളതും ബോധ്യപ്പെടുത്തണം. അതും എൻ്റെ കടമയാണ്. അപ്പോൾ ഇത് പറയാതെ അല്ല നാളെ ധനം മാത്രം കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കൈയും കാലും ഒടിഞ്ഞ് ആശുപത്രി കിടന്ന് ധനം മാത്രം കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നന്മ വരാനുള്ള വഴികളെക്കുറിച്ച് പറയണം, തിന്മ വരാനുള്ള വഴികളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അതാണ് എൻ്റെ കടമ. അപ്പോൾ അത് ചിലർക്കൊക്കെ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവർ സ്കിപ്പ് ചെയ്തങ്ങ് പോകുക. ഇത് ഇപ്പോൾ അല്ലാതെ ഞാൻ എന്താണ് പറയുന്നത്? ഓക്കെ, അപ്പോൾ നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസത്തെ അനുഭവം എന്താണ്? നാളത്തെ ദിവസം അവരുടെ കൂറിൻ്റെ അധിപനായ ചൊവ്വ ഇവിടെ നിൽക്കുന്നു. ചൊവ്വയെ അവരുടെ 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചൊവ്വ 12ാം ഭാവത്തിൽ നിന്നാൽ അവർക്ക് പലവിധമായ പ്രതിസന്ധി ഉണ്ടാകും. നാളത്തെ ദിവസം ബുധനാഴ്ച ദിവസമാണ്. ബുധനാണ് കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം തീരുമാനിക്കുക. അപ്പോൾ ബുധന് നിൽക്കുന്നത് 12ാം ഭാവത്തിലാണ്. അപ്പോൾ ബുധൻ 12ാം ഭാവത്തിൽ നിന്നാൽ ഇവർക്ക് കാര്യനേട്ടം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ബുധൻ 12ാം ഭാവത്തിൽ നിന്നാൽ ധനപരമായി യാതൊരു ദോഷവും സംഭവിക്കത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അവർക്ക് നാളത്തെ ദിവസം എന്താണ്? കാര്യവിജയമുണ്ട്, ധനനേട്ടമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ജ്യോതിഷം പറയുന്നത്. 12ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ കാര്യവിജയം, ധനനേട്ടം, വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാഗുണം എന്നിവയൊക്കെയുണ്ട്. പക്ഷേങ്കിൽ അവർക്ക് സുഖം സ്വസ്ഥത ദേവന്മാർ അത്ര അനുകൂലമല്ല. ആ കാര്യം കൂടി നമ്മൾ പറയണ്ടേ? അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പം ചിലർ വിചാരിക്കും ഞാൻ വാരി വലിച്ചങ്ങ് പറയുകയാണെന്ന് പറയും. അപ്പോൾ അവർക്ക് ധനനേട്ടം ഉണ്ടാകുന്നു, അവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകുന്നു, വിദ്യാർത്ഥികൾക്ക് വിദ്യാഗുണം ഉണ്ടാകുന്നു. പക്ഷെങ്കിൽ അവർക്ക് സുഖം സ്വസ്ഥത ദേഹനന്മ ഇല്ല. ശത്രുത അടഞ്ഞ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നക്ഷത്രഫലം ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ മാതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല. പിതാവിൻ്റെ സ്ഥിതി പിതാവിന് അനുകൂലമാണെങ്കിലും അവരുടെ ജീവിതത്തിൽ പിതാവിൻ്റെ കൊണ്ട് അത്ര ഗുണകരമായ ഒരു സാഹചര്യമല്ല വന്നു ചേരുന്നത്. എന്നാൽ തൊഴിൽപരമായി അവർക്ക് നേട്ടമുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ദാമ്പത്യ ജീവിത സുഖം അത്ര തൃപ്തികരമായ വിധത്തിൽ പോവുകയുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുക. ദാമ്പത്യ ജീവിതത്തിൽ ശത്രുത ഉണ്ടാകാം. സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകൾ അവരുടെ ജീവിതത്തിൽ അവരുടെ മാത്രമല്ല ഈ മേടക്കുറുകാർക്ക് ഇങ്ങനെയുള്ള നാളത്തെ ദിവസം സുലഭായോഗം അനഭായോഗം എന്ന് പറയുന്ന 2 രാജ്യങ്ങളുടെ ഗുണഫലങ്ങൾ കൂടി അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. ഇനി ഇടവക്കൂറുകാരുടെ കാര്യം പറയാം. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. അവരെ സംബന്ധിച്ചുള്ള നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേവന്മാർ അത്ര അനുകൂലമായ ദിവസമല്ല. കുടുംബസുഖം പ്രതീക്ഷിക്കാം, ധനസുഖം പ്രതീക്ഷിക്കാം. പക്ഷെങ്കിൽ അവിടെ ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നാളത്തെ ദിവസം ഇവരുടെ ബന്ധുമിത്രാദികൾ ഇവർക്ക് അനുകൂലമായ ഒരു ദിവസമല്ല. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല, പിതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല. തൊഴിൽപരമായി ഉള്ള നേട്ടം മാത്രമാണ് നാളത്തെ ദിവസം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു കാര്യം. ദാമ്പത്യ ജീവിതത്തിലും സുഖക്കുറവ് ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേവന്മാർ അത്ര അനുകൂലമായ ദിവസമല്ല. ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും സ്ഥിതി മെച്ചമാണെങ്കിലും അവിടെയും ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണെങ്കിലും മാതാവിന് ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണെങ്കിലും പിതാവിന് സ്ത്രീ മുഖേനയുള്ള ശത്രുതകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായുള്ള നേട്ടം ഇവർക്ക് ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിത സുഖക്കുറവ് അവരിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾക്കൊക്കെ പല കാര്യങ്ങളിലും ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ ബന്ധുമിത്രാദികൾ ഇവരോട് നല്ല രീതിയിൽ പെരുമാറുവാൻ ആഗ്രഹിച്ചാലും അവിടെയും ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക.
ഇനിയും കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല പൂയം ആയില്യം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. ശത്രുത നിറഞ്ഞ അനുഭവങ്ങൾ തന്നെയായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക. മാതാവിനെ കൊണ്ട് നേട്ടമുണ്ടാകുന്ന ദിവസമാണ്, പിതാവിനെ കൊണ്ട് നേട്ടമുണ്ടാകുന്ന ദിവസമാണ്. പക്ഷെങ്കിൽ അവിടെ ശത്രുത വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. അതുപോലെ തന്നെ തൊഴിൽപരമായി നേട്ടമുണ്ടെങ്കിലും തൊഴിലിടങ്ങളിൽ ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും സ്ഥിതി മെച്ചമാണെങ്കിലും അവിടെയും ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളാണ് നാളത്തെ ദിവസം വന്നു ചേരുക. ദാമ്പത്യ ജീവിതത്തിൽ നാളത്തെ ദിവസം സുഖക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഏറെക്കുറെ മിക്ക കാര്യങ്ങളിലും തൃപ്തികരമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യത കുറവാണ് എന്നുള്ളത് കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാല പൂയം ആയില്യം നാളുകാർ മനസ്സിലാക്കുക. എന്നാൽ നാളത്തെ ദിവസം ഈ നാളുകാരായിട്ടുള്ള കലാകാരന്മാർ, പ്രാസംഗികർ, ശാസ്ത്രകാരന്മാർ ഇവരൊക്കെ ശോഭിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാർക്ക് സുഖം സ്വസ്ഥത ദേഹനന്മയൊക്കെ അനുകൂലമായ ദിവസമാണ്. എങ്കിലും അവിടെ ശത്രുത നിറഞ്ഞ അനുഭവങ്ങൾ, സഹോദരങ്ങളാലോ സുഹൃത്തുക്കളാലോ ഒക്കെ ശത്രുത നിറഞ്ഞ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുപോലെ തന്നെ അവർക്ക് കുടുംബസുഖം നാളത്തെ ദിവസം വന്നു ചേരുന്ന ഒരു ദിവസമാണ്. നാളത്തെ ദിവസം ധനപരമായ നേട്ടവും പ്രതീക്ഷിക്കാം. പ്രശസ്തരാകാൻ സാധ്യതയുള്ള ദിവസമാണ്. വ്യാപാരികൾക്കാണെങ്കിൽ വ്യാപാര വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. എല്ലാ സുഖ സൗകര്യങ്ങളും ചിലർക്കൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണ്. മാതാവിനെ കൊണ്ട് ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം. പക്ഷേ എങ്കിലും ശത്രുത കൊണ്ടൊക്കെ തടസ്സപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. പിതാവ് മുഖേനയുള്ള ഭാഗ്യകരമായ അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പക്ഷെങ്കിൽ അവിടെയും ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. അതോടൊപ്പം തൊഴിൽപരമായ നേട്ടവും നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യവും കൂടി അറിഞ്ഞിരിക്കുക. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖ സ്വസ്ഥത ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ചിലർക്കൊക്കെ നല്ല ഭാര്യ, നല്ല ഭർത്താവ്, ദാമ്പത്യ ജീവിത സുഖം അനുഭവിക്കാൻ കഴിയും. വിദ്യാഗുണവും ബുദ്ധിശക്തിയും കലാകാരന്മാർക്ക് ശോഭിക്കാൻ പറ്റുന്നൊരു ദിവസവുമാണ് നാളത്തെ ദിവസവും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നാളത്തെ ദിവസം വിദ്യാഗുണവും ബുദ്ധിശക്തിയും ഉണ്ടാകുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ കലാകാരന്മാർ ശോഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. എന്നാൽ ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്ഥിതി വലിയ മെച്ചമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ദിവസമല്ല എന്നുള്ളതും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. മാതാവിൻ്റെ സ്ഥിതിയും അവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകും. പിതാവിൻ്റെ സ്ഥിതിയും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നു വരുന്ന ഒരു ദിവസമാണ്. എങ്കിലും അവർക്ക് ദാമ്പത്യ ജീവിത സുഖം ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഭാര്യയും ഭർത്താവും നല്ല രീതിയിൽ പോകുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാര്യം. അതുപോലെ തന്നെ തൊഴിൽ ഗുണവും അവർക്ക് ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസവുമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി, വിശാഖ, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മ അത്ര മെച്ചമായ ഒരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനത്തിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല. സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ മുഖേന ചതിക്കപ്പെടുവാൻ, വഞ്ചിതരാകുവാൻ സാധ്യതയുള്ള സമയമാണെന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ഇവർ വിശ്വാസം അർപ്പിച്ചിരുന്ന സുഹൃത്തുക്കളും സഹോദരങ്ങളുമൊക്കെ ഇവർക്ക് ദോഷം ചെയ്യുവാൻ സാധ്യതയുള്ള സമയമാണെന്നാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. തൊഴിൽപരമായി ഇവർക്ക് വലിയ ഗുണം ചെയ്യുന്ന ഒരു സമയമല്ല. എങ്കിൽ പോലും നാളത്തെ ദിവസം അവർക്ക് ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായ സഹായം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെ നാളത്തെ ദിവസം ഇവരുടെ മക്കളുടെ സ്ഥിതി അത്ര അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമല്ല എന്നുള്ളതും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഇവർക്ക് അനുഭവത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമാണെങ്കിലും മാതാവിൻ്റെ ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ മാതാവിന് വന്നു ചേരാം. പിതാവിൻ്റെ സ്ഥിതി പിതാവിന് അനുകൂലമാണെങ്കിലും പിതാവിൻ മുഖേനയുള്ള ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കടന്നു വരാം. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളത് തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി, വിശാഖം, മുക്കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാല, അനിഴം, കേട്ട നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല. മനോദുഃഖം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ചിലരൊക്കെ മാനസികമായി ഭാരപ്പെടുവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. മാതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണെങ്കിലും പിതാവിന് ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാം. അതുപോലെ തന്നെ തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാമെങ്കിലും തൊഴിലിടങ്ങളിലും ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. നാളത്തെ ദിവസം
സൽപുത്ര ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ധനപരമായ നേട്ടവും ഒക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. സുഖാനുഭവ യോഗങ്ങളൊക്കെ വർദ്ധിച്ചു വരേണ്ട ഒരു ദിവസമാണ്. ദൈവഭക്തിയും ഗുരുഭക്തിയും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് നാളത്തെ ദിവസം ഈ വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖം കാൽ അനിഴം കേട്ട നാളുകാരിൽ വന്നു ചേരുക എന്നുള്ളത് പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിത സുഖവും ഏറെക്കുറെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ധനത്തിൻ്റെ സ്ഥിതിയും കുടുംബത്തിൻ്റെ സ്ഥിതിയും ഏറെക്കുറെ അനുകൂലമാണെങ്കിലും നാളത്തെ ദിവസം രോഗം, ദുഃഖം, കടം, പ്രയാസമൊക്കെ ഇവരെ അലട്ടുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഇവർക്ക് അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായി ഏറെക്കുറെ നേട്ടമാണെങ്കിലും തൊഴിലിടങ്ങളിൽ ശത്രുത വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് എങ്കിലും മാതാവിന് ശത്രുതകളൊക്കെ നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാം. പിതാവിൻ്റെ സ്ഥിതിയും പിതാവിന് അനുകൂലമാണെങ്കിലും അവിടെ ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അതുപോലെ തന്നെ ബന്ധുമിത്രാദികളൊക്കെ ശത്രുക്കളാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം കാൽ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖം ഏറെക്കുറെ പ്രതീക്ഷിക്കാം. ധനസ്ഥിതിയും ഏറെക്കുറെ പ്രതീക്ഷിക്കാം. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകും. തൊഴിൽപരമായി വലിയ നേട്ടമുള്ള ഒരു ദിവസമല്ല നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പിതാവിൻ്റെ സ്ഥിതി പിതാവിന് അനുകൂലമാണെങ്കിലും ഈ നാളുകാർക്ക് പിതാവിനെ കൊണ്ടുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. മാതാവിന് ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരാം. പിതാവിനും ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാം. സഹോദരങ്ങൾ തമ്മിൽ കലഹിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം. ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം, ചതയം, പൂരുട്ടാതി, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥ, ദേഹനന്മ അത്ര അനുകൂലമായ സാഹചര്യമല്ല, ദിവസമല്ല നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. 7ര ശനിയുടെ ഭാഗമായിട്ടുള്ള ജന്മശനി അവരനുഭവിക്കുന്നൊരു സമയമാണിപ്പോൾ. അതുപോലെ തന്നെ ഇവർക്ക് നാളത്തെ ദിവസം ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്ഥിതി ഏറെക്കുറെ മെച്ചമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകും. ശത്രുത വന്നു ചേരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നല്ല മെച്ചമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോയേനെ. കലാകാരന്മാരൊക്കെ ശോഭിക്കേണ്ട ഒരു ദിവസമാണ്. ഗാനരചയിതാവ്, ഗായകരൊക്കെ ശോഭിക്കേണ്ട ഒരു ദിവസമാണ്. പിതാവിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്ന ദിവസമാണ്. പിതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. പക്ഷേങ്കിൽ പിതാവിന് ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരുന്നു. മാതാവിൻ്റെ സ്ഥിതിയും ഏറെക്കുറെ അനുകൂലമാണ്. മാതാവിന് ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നൊരു സമയമാണ്. തൊഴിൽ ഗുണം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. എങ്കിലും അവിടെയും ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദാമ്പത്യ ജീവിത സുഖം ഇവർക്ക് അനുകൂലമായി വന്നു ചേരുന്ന ഒരു സമയമാണിപ്പോൾ. ചിലർക്ക് പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് നാളത്തെ ദിവസം കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം, ചതയം, പൂരുട്ടാതി, മുക്കാൽ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥ, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ശത്രുത നിറഞ്ഞ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. സ്ത്രീ മുഖേനയുള്ള ധനനേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പിതാവ് മുഖേനയുള്ള ധനനേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിലും അവിടെ ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത സുഖം ഏറെക്കുറെ അനുകൂലമാണെങ്കിലും അവിടെയും ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായി നേട്ടം ഇവർക്ക് നാളത്തെ ദിവസം പ്രതീക്ഷിക്കാമെങ്കിലും ശത്രുത നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് എങ്കിലും മാതാവിന് ശത്രു നിറഞ്ഞ അനുഭവങ്ങളുണ്ട്. പിതാവിൻ്റെ സ്ഥിതി പിതാവിന് അനുകൂലമാണെങ്കിലും പിതാവിനെ കൊണ്ട് ഇവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരാൻ സാധ്യതയുള്ളത്. പിതാവിന് ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നേട്ടങ്ങൾ വന്നു ചേരാൻ ഒരുപാട് വഴികളുണ്ട്. പക്ഷേങ്കിൽ അവിടെയെല്ലാം ശത്രുതകൾ വന്നു ചേരുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതിലോ കാര്യങ്ങളൊന്നും നടക്കാത്തൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാർ അറിഞ്ഞിരിക്കേണ്ടത്. നല്ല മനസ്സും നല്ല പ്രവൃത്തികളും നല്ല ആശയങ്ങളും ആരെയും ആകർഷിക്കുന്ന വിധത്തിൽ
പെരുമാറുകയൊക്കെ ചെയ്യും. പക്ഷെങ്കിൽ എല്ലായിടത്തും ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേർന്നു പല കാര്യങ്ങളും തടസ്സപ്പെട്ടു പോകുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും എല്ലാവരിലും ഉണ്ടാകും. മഹാദേവനോട് നമ്മളൊരു കാര്യം അപേക്ഷിച്ചാൽ ആ അപേക്ഷ മഹാദേവൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. അത് മഹാദേവൻ അതിൻ്റെ സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ ചെയ്തു തന്നിരിക്കും. ചിലപ്പോൾ അല്പം താമസിക്കും, ചിലപ്പോൾ നേരത്തെയാകും. എങ്കിലും മഹാദേവൻ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളിലും ഒക്കെ നമ്മൾ മഹാദേവനെ മുറുകെ പിടിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളിലൊക്കെ നമ്മൾ മഹാദേവനെ തന്നെ ആശ്രയിച്ച് വിശ്വസിച്ച് ഓം നമഃ ശിവായ മന്ത്രം ചൊല്ലി മുമ്പോട്ട് ജീവിച്ചു പോയാൽ തീർച്ചയായിട്ടും മഹാദേവൻ നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു ജീവിതം നമുക്ക് തരും. സമൃദ്ധിയുടേതായ ഒരു ജീവിതം നമുക്ക് നൽകും. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നമ്മളെ മഹാദേവൻ കൈപിടിച്ചുയർത്തും. അപ്പോൾ അത് തീർച്ചയായിട്ടും വിശ്വസിക്കുക. ആ വിശ്വാസത്തോടു കൂടി ഓം നമഃ ശിവായ മന്ത്രം ചൊല്ലി ജീവിക്കുക. മഹാദേവനും പാർവതി ദേവിയും നമ്മളെ കുടുംബമായിട്ട് നമ്മുടെ ഭവനത്തെ അവർ അനുഗ്രഹിക്കും. നമുക്ക് വേണ്ടി ഇതെല്ലാം നൽകും. ധനപരമായിട്ടുള്ള നേട്ടം, കുടുംബത്തിൻ്റെ സന്തോഷം, മാതാപിതാക്കളുടെ സന്തോഷം, നല്ല ആരോഗ്യം, മെച്ചപ്പെട്ട എല്ലാ ജീവിത സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമാക്കി തരും. അപ്പോൾ അതുകൊണ്ട് വിശ്വസിക്കുക, മഹാദേവനോട് പ്രാർത്ഥിക്കുക, ഓം നമഃ ശിവായ മന്ത്രം ചൊല്ലുക. തീർച്ചയായിട്ടും നാളത്തെ ദിവസം മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.